ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ബോട്ടിൽ നെക്ക് കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് ആൻഡ് ഓപ്പറേഷണൽ ഹെഡ്ജിങ് സ്ട്രാറ്റജീസ്. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ടേമുകളെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. എന്താണ് ബോട്ടിൽ നെക്ക് കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റ് ആൻഡ് ഓപ്പറേഷണൽ ഹെഡ്ജിങ് സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ ഫസ്റ്റിലത്തെ കാര്യം നോക്കാം. ബോട്ടിൽ നെക്ക് കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ആദ്യം ബോട്ടിൽ നെക്ക് എന്താണെന്ന് അറിയണം. ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ഓർ റിസോഴ്സസ് വിത്ത് ലിമിറ്റഡ് കപ്പാസിറ്റി ദാൻ വാട്ട് ഈസ് നെസറി ടു മീറ്റ് ഡിമാൻഡ്. ഒരു നമുക്കിപ്പോൾ ഒരു 5000 യൂണിറ്റിൻ്റെ ഡിമാൻഡ് വന്നു എന്ന് വിചാരിക്കാം. പക്ഷേ ആ ഒരു ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ആകെ എന്തേ ഉള്ളൂ, ഒരു 2500ൻ്റെ കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എന്താണ്, നമ്മുടെ കയ്യിൽ ലിമിറ്റഡ് കപ്പാസിറ്റി മാത്രമാണ് ഉള്ളത്. ആ കാര്യം മീറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രശ്നം അവിടെ നേരിടേണ്ടി വരികയാണ്. ഈ പ്രശ്നത്തിനെ തന്നെയാണ് ബോട്ടിൽ നെക്സ് എന്ന് പറയുന്നത്. But ഒരു typical example of process bottleneck is a workstage that receives more requests that it can process its maximum capacity. ഒരു ഫേമിന് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് നടത്തുന്ന സമയത്ത് അതിന് ഇത്ര സമയം എടുത്തിട്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് അവർ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു പ്രശ്നമായിട്ടാണ് അവിടെ പറയുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ബോട്ടിൽ നെക്സ് എന്ന് പറയുന്നത്. സോ അത് ടു കോസ് ഡിലേ അക്രോസ് ദ എൻറ്റയർ വർക്ക് ഫ്ലോ. ആ ഒരു വർക്ക് ഫ്ലോയിൽ എന്തുണ്ടാവും, ഇങ്ങനെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ വരുമ്പം നമുക്ക് ആ വർക്ക് ഫ്ലോയിൽ അവിടെ ഡിലേ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉണ്ടാവുന്നത്. പിന്നെ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റിംഗ് ഓൺ അപ്രൂവൽസ് ഫ്രം തേർഡ് പാർട്ടി. ചിലപ്പോൾ തേർഡ് പാർട്ടി ഇൻവോൾവ് ചെയ്തൊരു കാര്യമാണെങ്കിൽ അവരുടെ അപ്രൂവൽ കിട്ടാൻ ഒരുപാട് സമയം എടുക്കാം. അതിൻ്റെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള റീവർക്കിൽ ഇടയ്ക്കിടയ്ക്ക് വർക്കുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനാണ് ബോട്ടിൽ നെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കപ്പാസിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അതായത് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ഡീലിംഗ് വിത്ത് ബോട്ടിൽ ഒരു സ്ഥാപനത്തിലെ ബോട്ടിൽ നെക്കുകൾ ഡീൽ ചെയ്യുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും ഒരു കൺസ്ട്രെയിൻറ്റ്, കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഈ ഒരു കപ്പാസിറ്റി നമുക്ക് വേണ്ടത്ര അവിടെ ഇല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, കോമൺ ചലഞ്ചസ് ഇൻ എനി ബിസിനസ് ഓപ്പറേഷൻ, ഏതൊരു ബിസിനസ് ഓപ്പറേഷനിലും നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നം തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക, നമ്മുടെ ഔട്ട്പുട്ട് എന്താണോ അതിനെ ലിമിറ്റ് ചെയ്യേണ്ടി വരും, നമ്മുടെ കോസ്റ്റ് അവിടെ കൂടും, കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനെ അത് ബാധിക്കും. ഇങ്ങനെയുള്ള പോരായ്മകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ആൻഡ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ലിമിറ്റിംഗ് ഫാക്ടറാണ്. ഒരു പ്രോസസ്സിനെ ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിയിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് ആ ഓർഗനൈസേഷൻ്റെ പെർഫോമൻസിലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു തിയറി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് സയൻറ്റിഫിക് അപ്രോച്ചാണ് ഇതിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് എല്ലാ കോംപ്ലക്സ് സിസ്റ്റത്തിനെയും ഇൻക്ലൂഡിങ് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും അതുപോലെ മൾട്ടിപ്പിൾ ലിങ്ക്ഡ് ആക്ടിവിറ്റീസ് വിച്ച് ആക്ട് ആസ് എ കൺസ്ട്രെയിൻറ്റ് അപ്പോൺ എൻറ്റയർ സിസ്റ്റം. ആ ഒരു എൻറ്റയർ സിസ്റ്റത്തിൽ അതൊരു കൺസ്ട്രെയിൻറ്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് തന്നെയാണ് ബോട്ടിൽ നെക്സ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റെപ്സ് ടു പ്രോസസ് ഇൻ ആൻ ഓപ്പറേഷൻ ദാറ്റ് ഈസ് സ്ലോവർ ദാൻ അതേഴ്സ് ആൻഡ് ലിമിറ്റ് ദ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ഇങ്ങനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് ലിമിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് എത്ര തരത്തിലുണ്ട്, ടൈപ്സ് ഓഫ് ബോട്ടിൽ നെക്സ്, എന്തൊക്കെ തരത്തിലാണ് ബോട്ടിൽ നെക്സും കൺസ്ട്രെയിൻസും ഒക്കെ ഉള്ളത്. 7 തരത്തിലാണ് ഒരു ഫേമിന് സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാറുള്ളത്. ഒന്നാമത് പീപ്പിൾ കൺസ്ട്രെയിൻസ് ആണ്. പീപ്പിൾ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പ്രൊഡക്ഷനിൽ. ഡിഫിക്കൽട്ട് ടു മാനേജ് ആൻഡ് ഇഫക്റ്റീവ് വേ. ഇതിനെ നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പല മാനുഫാക്ചറിങ് യൂണിറ്റിലും ദർ ആർ ഡിഫറെൻറ്റ് പീപ്പിൾ വർക്കിംഗ് ടുഗെദർ വിത്ത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. പല മാനുഫാക്ചറിങ് യൂണിറ്റിലും പല തരത്തിലുള്ള ആളുകൾ, പല എക്സ്പീരിയൻസുള്ള ആളുകൾ, പല ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം പലതരത്തിലുള്ള വ്യക്തികളായിരിക്കും അവിടെ ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓരോ എംപ്ലോയിക്കും അവരുടേതായ വേ ഓഫ് ആറ്റിറ്റ്യൂഡും മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അവർക്ക് കൊടുക്കുന്ന ജോലി എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, അതിനോടുള്ള ആറ്റിറ്റ്യൂഡും മോട്ടിവേഷൻ ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിലെ ബോട്ടിലൊക്കെ ഉണ്ടാവാൻ സാധ്യത ഈ ഒരു പ്രോബ്ലംസ് ആയിരിക്കാം, ഇൽനെസ് ആയിരിക്കാം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വാക്കൻസി ഉണ്ടാവാം, പുതിയതായിട്ട് ആളുകളെ അവിടെ എടുക്കേണ്ടി വരും, ഉള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. നെക്സ്റ്റ് പറഞ്ഞാൽ അപ്പോൾ ഒന്നാമത് അവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ. രണ്ടാമത്തെ പ്രശ്നം പറയുമ്പോൾ മെറ്റീരിയൽ കൺസ്ട്രെയിൻറ്റാണ്. മെറ്റീരിയൽ കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈസ് ഹൈലി അഫക്റ്റഡ് ബൈ ദ പുവർ മാനേജ്മെൻറ്റ് ഓഫ് ഇൻഫെൻട്രി.
അപ്പോൾ നല്ല രീതിയിൽ ഒരു കമ്പനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം അവിടെ അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്ര ഇൻവെൻറ്ററി അവിടെ ഉണ്ടാവില്ല. നമ്മൾ കൃത്യമായി മുൻകൂട്ടിയിട്ട് അതിനൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. ഇൻഎഫിഷ്യൻ്റ് ആയിരിക്കും. അത് കൃത്യമായ സമയത്ത് നമുക്ക് സപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവില്ല. പ്രൊഡക്ഷൻ പ്ലാനിങ് വളരെ മോശമായിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുക. അതിന് വേണ്ട പണം ചിലപ്പോൾ തികയാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. പ്രൊഡക്റ്റ് മിക്സ് അപ്പം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരാം. ഇതെല്ലാം മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് ഒരു ഫേം ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇംപ്രോപ്പർ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആയിരിക്കും ചെയ്യുക. കറക്റ്റായിട്ട് പ്രോപ്പർ ഫ്ലോ ഒന്നും മെറ്റീരിയലിൽ ഉണ്ടാവില്ല. റിസൾട്ടിങ് റിഡക്ഷൻ ഇൻ ഓവറോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആൻഡ് ഇൻക്രീസിങ് ലീഡ് ടൈം. അതുകൊണ്ട് തന്നെ ആ ഒരു കമ്പനിയുടെ മൊത്തത്തിൽ ഓവറോൾ പ്രൊഡക്ഷനെ അത് ബാധിക്കും ആൻഡ് ലീഡ് ടൈം അവിടെ കൂടും. മൂന്നാമത്തെയാണ് എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. എക്യുപ്മെൻറ്റ് ഫോർ മാനുഫാക്ചറിങ് ഷുഡ് മീറ്റ് ദ കറണ്ട് ഡിമാൻഡ്. എക്യുപ്മെൻറ്റ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരുപാട് ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിനെ മീറ്റ് ചെയ്യാൻ തക്കവണ്ണമുള്ള മെഷീനറീസും സാധനങ്ങളും നമ്മുടെ അടുത്ത് ഇല്ലാതിരിക്കുന്ന അവസ്ഥ. മെഷീൻസ് ആൻഡ് എക്യുപ്മെൻറ്റ് ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു ഇമ്പാക്റ്റ് എക്സ്പാൻഡ് ഇൻ ഓർഡർ ടു മീറ്റ് ഫ്യൂച്ചർ ഡിമാൻഡ്. ഫ്യൂച്ചറിൽ ഡിമാൻഡ് കൂടുന്തോറും അതിനെ മീറ്റ് ചെയ്യാൻ തക്ക കഴിവുള്ളതായിരിക്കണം നമ്മുടെ കയ്യിലുള്ള മെഷീനറിയും എക്യുപ്മെൻറ്റ്സ് ഒക്കെ. അത്രയും ഫ്ലെക്സിബിലിറ്റി അതിലുണ്ടായിരിക്കണം. ബട്ട് സംടൈംസ് ഡ്യൂ ടു ഇൻഅപ്രോപ്രിയേറ്റ് പ്ലാനിങ്, ചില സമയത്ത് നമുക്ക് പ്ലാനിങ്ങിൽ ഇൻഅപ്രോപ്രിയേഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ വിചാരിക്കാതെ മെഷീൻ ബ്രേക്ക് ഡൗൺ ആവാം. അല്ലെങ്കിൽ അതിന് സ്പെയർ പാർട്സ് വിചാരിച്ച പോലെ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ആ ഒരു മെഷീനറീനെ വേണ്ട രീതിയിൽ മെയിൻ്റനൻസ് നടത്തിക്കൊള്ളുന്നില്ല. ലോ ലെവൽ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ മെഷീൻസ് ആയിരിക്കാം, എക്യുപ്മെൻറ്റ്സും. അങ്ങനെയൊക്കെ വരുമ്പോൾ മാനുഫാക്ചറിങ്ങിൽ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ ഒരു കാര്യം. അപ്പോൾ ആദ്യം നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിനെ റിലേറ്റ് ചെയ്ത് പറഞ്ഞു. രണ്ടാമത് അവിടെ മെറ്റീരിയൽ കിട്ടാത്ത അവസ്ഥയെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമത് അവിടുത്തെ എക്യുപ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞു. നാലാമത്തെയാണ് പ്രോസസ് കൺസ്ട്രെയിൻറ്റ്. പ്രോസസ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഡ്യൂ ടു ക്വാളിറ്റി പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പ്രോസസ് കൺസ്ട്രെയിൻസിൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ക്യാൻ ബി ഡ്യൂ ടു ക്വാളിറ്റി പ്രോബ്ലംസ്. പ്രോസസ്സിൽ വരുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ പീപ്പിള്, മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ്, നെക്സ്റ്റ് പ്രോസസ്സിൽ വരുന്നത് അതിൻ്റെ ക്വാളിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങൾ, ചിലപ്പോൾ നമുക്ക് വേണ്ടത്ര റിസോഴ്സുകൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ, അവിടെ പ്ലാന്റ് ലേഔട്ട് വളരെ മോശമായ അവസ്ഥയിലാവുക, അല്ലെങ്കിൽ പ്രോസസ്സ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഫ്ലെക്സിബിൾ അല്ലാതെ ഇരിക്കുക. ആൻഡ് ഈ ഒരു കൺസ്ട്രെയിൻസ് ഒക്കർ ചെയ്യുന്നത് എനിവേർ ഇൻ ദ പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്ന ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാം. സപ്ലൈ ചെയിനിൽ ഉണ്ടാവാം, കസ്റ്റമർ, സപ്ലയർ, എക്സെട്ര, ഇതൊക്കെ ബേസ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് അഫക്റ്റ് ചെയ്യുന്നത് എൻറ്റയർ ഔട്ട്പുട്ടിനെ ആയിരിക്കും. ആ ഒരു സിസ്റ്റത്തിനെതിരെയാണ് പ്രോസസ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തേൽ പറയുന്ന മാനേജ്മെൻറ്റ് കൺസ്ട്രെയിൻസ് ആണ്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും നല്ല രീതിയിൽ ബെറ്റർ പെർഫോമൻസ് ഉണ്ടാവുക, അതും ഹയർ ഔട്ട്പുട്ട് ആൻഡ് പ്രോഫിറ്റോട് കൂടിയിട്ട്. അതാണ് ഒരു എഫിഷ്യൻ്റ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഓവറോൾ മാനേജ്മെൻറ്റ് ആ ഒരു യൂണിറ്റിൻ്റെ എങ്ങനെയായിരിക്കണം? അവരുടെ ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ എയിം നേടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആളുകളായിരിക്കണം. അപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ഏബിൾ ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദ സിസ്റ്റം. ചിലപ്പം അവിടെ അവർ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സിസ്റ്റത്തിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ആൻഡ് ബിക്കംസ് എ കൺസ്ട്രെയിൻറ്റ്, അതൊരു പോരായ്മയായിട്ട് പറയാം. കോസിങ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ലൈക്ക് ഡീമോട്ടിവേഷൻ ഓഫ് എംപ്ലോയി. അപ്പോൾ ഇതൊരു പ്രശ്നമായി മാറുന്നത് ചിലപ്പോൾ അവിടുത്തെ എംപ്ലോയീസിനൊരു ഡീമോട്ടിവേഷൻ ആവാം, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഇൻഫർമേഷനൊക്കെ ഇന്നെഫക്റ്റീവായിട്ടൊരു ഫ്ലോ ആയിരിക്കും അവിടെ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ആറാമത്തെയാണ് പോളിസി കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. പോളിസി കൺസ്ട്രെയിൻസിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യമാണ് യൂണിറ്റ് മീറ്റ് ദ ഗോൾ ഓഫ് എ കമ്പനി. ഇറ്റ് ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് വാട്ട് ആക്ഷൻസ് ആർ ടു ബി ടേക്കൺ അറ്റ് ദ വാട്ട് കണ്ടീഷൻസ്. അതായത് ഓരോ കമ്പനിക്കും ഓരോ നയങ്ങളുണ്ടായിരിക്കും. പക്ഷെ ആ ഒരു കമ്പനിയുടെ ഗോള് അച്ചീവ് ചെയ്യുന്ന തരത്തിലായിക്കൊള്ളണമെന്നില്ല നമ്മൾ പോളിസികൾ ഫോം ചെയ്യുന്നത്. അത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. എന്തൊക്കെ ആക്ഷൻസ് ഏതൊക്കെ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതുണ്ടെന്ന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ മാനേജ്മെൻറ്റ് ഈസ് നോട്ട് ഏബിൾ ടു ഡിഫൈൻ ഓൾ ദ ഇഷ്യൂസ് ഓൺ എ സ്പെസിഫിക് വേ. ചില സമയത്ത് മാനേജ്മെൻറ്റിന് അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എല്ലാറ്റിനും ഒരു സൊല്യൂഷൻ അവിടെ കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് മാനുഫാക്ചറിങ്ങിൽ ഒരു കൺസ്ട്രെയിൻ്റ് ആയിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. സോ മോസ്റ്റ് കോമൺ ഫോം ഓഫ് കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നതാണ്. ആൻഡ് എൻവയോൺമെൻറ്റൽ കൺസ്ട്രെയിൻ്റ് ആണ് ഏഴാമത്തെ പോയിന്റിൽ പറയുന്നത്. ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻറ്റ് ഓഫ് എനി ബിസിനസ് ഇൻക്ലൂഡ്സ് കോമ്പറ്റീറ്റീവ്സ് ആക്ടിവിറ്റീസ്.
അതായത് നമ്മുടെ ഒരു ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് അതിൻ്റെ ചുറ്റുവട്ടം അല്ലെങ്കിൽ അതേ അഫക്റ്റ് ചെയ്യുന്ന ഒരു പരിതസ്ഥിതി എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് എൻവയോൺമെൻ്റ് ആണ്. അതിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരിക്കും, ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ഗവൺമെൻറ് ഫോം ചെയ്തിട്ടുണ്ടാവാം, തൊഴിൽ നിയമങ്ങൾ ഉണ്ടായിരിക്കാം, യൂണിയൻ ലോ ഉണ്ടായിരിക്കാം, കസ്റ്റമറുടെ ഡിമാൻഡും എക്സ്പെക്റ്റേഷനും ഉണ്ടായിരിക്കാം, അവിടുത്തെ എക്കണോമിക്കൽ സിറ്റുവേഷൻ ഉണ്ടാവാം, ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം അതിൻ്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം. ദ സെയിം ടൈം ദ ഫേം ഷുഡ് ബെയർ ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഇതെല്ലാം ഉണ്ടാവുന്നതിന് പുറമെ തന്നെ അതിന് ചില സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കാം. ദീസ് ഓൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ് ഈസ് കോൾഡ് എൻവയോൺമെൻറ്റൽ കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീനെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. ഇതിനെല്ലാം കൂടി നമുക്ക് എൻവയോൺമെൻറ്റൽ കൺസ്ട്രെയിൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് നേരിടുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതാണ് കൺസ്ട്രെയിൻസ്. അപ്പോൾ അല്ലെങ്കിൽ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന അത് അവിടെയുള്ള ലേബർ റിലേറ്റഡ് ആയിരിക്കാം, മെറ്റീരിയൽ റിലേറ്റഡ്, മെഷീൻ ഓർ എക്യുപ്മെൻറ്റ് റിലേറ്റഡ്, പ്രോസസ് റിലേറ്റഡ് ആവാം, മാനേജ്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കാം, പോളിസിയിൽ വരുന്ന പ്രശ്നമായിരിക്കാം. സോ അതിൻ്റെ എല്ലാം കൂടിയുള്ള എൻവയോൺമെൻറ്റൽ കൺസ്ട്രെയിൻസും ആവാം. ഇനി എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ കപ്പാസിറ്റി കൺസ്ട്രെയിൻസിനെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 സ്റ്റെപ്പുകളാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നതിന് ശേഷം ആ കൺസ്ട്രെയിൻറ്റിനെ മാക്സിമം നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സബോർഡിനേറ്റ് ആൻഡ് സിങ്ക്രണൈസ് ടു ദ കൺസ്ട്രെയിൻറ്റ്. ആ കൺസ്ട്രെയിൻറ്റിനെ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അതിനെ സിങ്ക്രണൈസ് ചെയ്യുക, ഏകീകരിക്കാൻ നോക്കുക, അതെല്ലാം ചെയ്യുക. ആൻഡ് എലിവേറ്റ് പെർഫോമൻസ് ഓഫ് ദ കൺസ്ട്രെയിൻറ്റ്. എന്നിട്ട് ആ കൺസ്ട്രെയിൻറ്റ് എന്താണോ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കണം പെർഫോമൻസിനെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അതിനുശേഷം റിപ്പീറ്റ് ദ പ്രോസസ്സ്. പിന്നെ ആ പ്രോസസ്സ് വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യത്തിന് ഇവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ എങ്ങനെയാണ് ആ കപ്പാസിറ്റി കൺസ്ട്രെയിൻറ്റിനെ ഫിക്സ് ചെയ്യുക ചോദിച്ചാൽ, ഫസ്റ്റ് നമ്മൾ ആ സിസ്റ്റം ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. റിയൽ കൺസ്ട്രെയിൻറ്റ് എന്താണ് അവർ ഫേസ് ചെയ്യുന്നത് എന്നുള്ള ആ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ അവരെ ബാധിക്കുന്ന ഘടകങ്ങൾ, പ്രശ്നങ്ങൾ എന്താണ്. അപ്പോൾ സക്സസ്ഫുൾ ഓർ ഫെയിൽഡ് ഇനീഷ്യേറ്റീവ് ഇംപ്രൂവ് എഫിഷ്യൻസി or gain customer satisfaction can depend on whether the weak link in the system is identified correctly. നമ്മുടെ സ്ഥാപനത്തിൽ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് കൃത്യസമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. രണ്ടാമത് ആ കൺസ്ട്രെയിൻറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ ഡീറ്റെയിൽ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട് ആർ യൂസ് ദം ടു അഡ്വാൻറ്റേജ് ഓഫ് ദ ഫേം. അതിൻ്റെ ഫലമായിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ്. അങ്ങനെ ഒരു പ്രശ്നം നേരിടാനുള്ള അതിൻ്റെ ഏറ്റവും അതിനെ ബാധിച്ച ആ ഒരു കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ എലിമിനേറ്റ് ചെയ്യുക. എന്നേക്കുമായിട്ട് ആ കാരണം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നത്തെ പെർമനൻ്റ് ആയിട്ട് സോൾവ് ചെയ്യുക. മൂന്നാമത്തേൽ പറയുന്നത് സബോർഡിനേറ്റ് എവറിത്തിങ് എൽസ് ടു ദ കൺസ്ട്രെയിൻറ്റ്. സബോർഡിനേറ്റ് എവറിത്തിങ് എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡിങ് ചേഞ്ചസ് എനി വേർ ദാറ്റ് മേ ഓവർലോഡ് ദ കൺസ്ട്രെയിൻറ്റ്. ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് അതിൻ്റെ കൂടുതൽ വഷളാവുന്നതിനുള്ള സാഹചര്യങ്ങൾ എന്തോ അതിനെല്ലാം അവോയ്ഡ് ചെയ്യുക. എനി ചേഞ്ചസ് ഷുഡ് ബി വർക്കിംഗ് ടു സപ്പോർട്ട് ദ കൺസ്ട്രെയിൻറ്റ്. എപ്പോഴും ആ കൺസ്ട്രെയിൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം അവിടെ ചെയ്യേണ്ടത്. അവോയ്ഡ് പ്രൊഡ്യൂസിങ് മോർ ദാൻ ദ കൺസ്ട്രെയിൻറ്റ് ക്യാൻ ഹാൻഡിൽ. നമ്മൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് പ്രൊഡക്ഷൻ ചെയ്യാതെ ഇരിക്കുക. ദർ ഈസ് നീഡ് ടു അലൈൻ പ്രോസസ് കപ്പാസിറ്റി വിത്ത് കൺസ്ട്രെയിൻസ്. നമ്മുടെ കൺസ്ട്രെയിൻറ്റ് പരിമിതികൾ എന്താണോ അതിൽ നിന്നുകൊണ്ട് മാത്രമുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്നിട്ട് നമ്മുടെ പെർഫോമൻസ് മാക്സിമം എൻഷുർ ചെയ്യുക എന്നതാണ് പറയുന്നത്. അതിനുശേഷം എലിവേറ്റ് ദ കൺസ്ട്രെയിൻറ്റ്. ആ വെൻ ദ എക്സ്പ്ലോയിറ്റ് ആൻഡ് സബോർഡിനേറ്റ് സ്റ്റെപ്സ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ, കൺസ്ട്രെയിൻറ്റ് ഇംപ്രൂവ് ചെയ്താൽ ഇറ്റ്സ് ടൈം ടു കൺസിഡർ എലിവേറ്റിംഗ് ദ. എന്നതിന് ശേഷം ആ കൺസ്ട്രെയിൻറ്റിനെ എലിവേറ്റ് ചെയ്യുക. വൺസ് എ കൺസ്ട്രെയിൻറ്റ് നമ്മൾ ഹാസ് ബിൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, മാക്സിമം അത് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസെൻഷ്യൽ ടു കണ്ടിന്യൂ ടു ഇംപ്രൂവ് ദ സിസ്റ്റം ബൈ ആഡിങ് അഡീഷണൽ റിസോഴ്സസ്. ഒരിക്കൽ നമ്മളതെല്ലാം തിരുത്തി കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ അഡീഷണൽ റിസോഴ്സിനെയും കൂടി ആഡ് ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള സിസ്റ്റത്തിന്. എലിവേറ്റിംഗ് ദ കൺസ്ട്രെയിൻറ്റ് മേ മീൻ ഇൻവെസ്റ്റിംഗ് മോർ റിസോഴ്സസ് ടു ഇൻക്രീസ് ഇറ്റ്സ് കപ്പാസിറ്റി ഓർ ഔട്ട്പുട്ട്. അപ്പോൾ എലിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് മോർ റിസോഴ്സസ്, അതിൻ്റെ കപ്പാസിറ്റിയോ ഔട്ട്പുട്ടോ കൂടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അതിലേക്ക് കൂടുതൽ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഇറ്റ് മേ റിക്വയർ ടു ഇൻവെസ്റ്റ് ഇൻ, അതിപ്പം പുതിയത് ഇൻവെസ്റ്റ് ചെയ്യാതെ അതിലേക്ക് വേണ്ടി കൂടുതലായിട്ടുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാം, പുതിയ മെഷീനറീസ് കൊണ്ടുവരാം, പുതിയ ടൂൾസ് ആയിരിക്കാം, എന്താണെങ്കിലും അതിനെ നമ്മൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് റിപ്പീറ്റ് ദ പ്രോസസ്സ്. ഇൻ ഓർഡർ ടു ബിസിനസ് ഫർദർ ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫോർ ആൻ ഓർഗനൈസേഷൻ ടു റീച്ച് അതർ ഗോൾസ് ആഫ്റ്റർ ബ്രേക്കിംഗ് കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ബിസിനസ്
ടു ഫർദർ ഇൻക്രീസ് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ടു റീച്ച് അതർ ഗോൾസും കൂടി ചെയ്യണമെങ്കിൽ ഈ ഒരു കൺസ്ട്രെയിൻറ്റിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഫൈൻഡ് ദ നെക്സ്റ്റ് കൺസ്ട്രെയിൻറ്റ് എന്താണ് ഇനി സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കുക. അപ്പോൾ ഓരോ പ്രശ്നങ്ങളായിട്ടാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പ്രശ്നത്തിന് ഈ രീതിയിൽ പരിഹരിച്ചാൽ അടുത്തത് എന്താ നോക്കുക, അതിനെ വീണ്ടും ഇത്രയും സ്റ്റെപ്പിലൂടെ വീണ്ടും അതിനെയും പരിഹരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്ത് വെക്കണം. കീ മെട്രിക്സുകൾ വേണം, അത് ട്രാക്ക് ചെയ്യണം, മോണിറ്റർ ചെയ്യണം, വേരിയേഷൻ വന്നിട്ടുണ്ടോ നോക്കണം, ഉണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ടാർഗറ്റ് എന്താണോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള KPIs ആണോ എന്നുള്ളതൊക്കെ നോക്കുക. സ്റ്റാൻഡേർഡും ബെസ്റ്റ് പ്രാക്ടീസും ഒക്കെ നോക്കുക എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. ഇനി എങ്ങനെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പരിമിതികളെ കുറയ്ക്കാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യേണ്ടത്? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 6 കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. ദർ ആർ സെവറൽ വേസ്, പല മാർഗ്ഗങ്ങളുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ളത്. ഒന്നാമത്തത് ബോട്ടിൽ നെക്ക് അനാലിസിസ് ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് മാനേജ് ബോട്ടിൽ നെക്ക് ഈസ് ടു അവോയ്ഡ് ദം ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ആദ്യം തന്നെ എന്ത് ചെയ്യുക വേണ്ടത്, അതിനെ അവോയ്ഡ് ചെയ്യുക. ദിസ് ഈസ് അക്കംപ്ലിഷ്ഡ് ത്രൂ ബോട്ടിൽ നെക്ക് അനാലിസിസ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരിക്കണം. വിച്ച് ഈസ് ഓഫൺ കണക്റ്റഡ് വിത്ത് അഡോപ്ഷൻ ഓഫ് ലീൻ മാനുഫാക്ചറിങ് പ്രിൻസിപ്പിൾസ്. നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് മുന്നേ പറഞ്ഞു, 6 സിഗ്മ പ്രിൻസിപ്പിളൊക്കെ. അപ്പോൾ ആ പ്രിൻസിപ്പിൾസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫസ്റ്റിലെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ബിസിനസ്സിൻ്റെ പോരായ്മ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഫസ്റ്റിലെ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തേൽ പറയുന്നത് പ്രോസസ്സാണ്. പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തേത് നമ്മൾ ബോട്ടിലൊക്കെ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് എടുത്ത് കളയുക. രണ്ടാമത്തേത് പ്രോസസ്സ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പ്രോസസ്സ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ സ്റ്റഡിങ് ദ കോമ്പോണൻസ് ഓഫ് എ പീസ് ഓഫ് എക്യുപ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് ഓൺ ഇംപ്രൂവിങ് ദ റേഷ്യോസ്. കൃത്യമായിട്ട് ആ പീസ് ഓഫ് എക്യുപ്മെൻറ്റ് കോമ്പോണൻസ് എന്നാൽ സ്റ്റഡി ചെയ്യുക, അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുക. ആൻഡ് മൂന്നാമത്തത് ആഡിങ് കപ്പാസിറ്റി. ഇനി പുതുതായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ കുറച്ചും കൂടി എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും കൂടി ചെയ്യുക. അത് നല്ല കുറേ എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളോ മെഷീനറീസോ ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓഫൻ ഡൺ ബെസ്റ്റ് ഇൻഎക്സ്പെൻസീവ്. കുറച്ചും കൂടി ചിലവ് കുറഞ്ഞ മാർഗ്ഗത്തിൽ ലോ ടെക്നോളജി, ലോ കോംപ്ലക്സിറ്റി എക്യുപ്മെൻറ്റ് ദാറ്റ് വിൽ ബി ഡൗൺ ലെസ് ഓഫൻ ദാൻ എ കോംപ്ലക്സ് ഹൈടെക് സൊല്യൂഷൻസ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഓട്ടോമേഷനാണ്. പരമാവധി നമ്മൾ എല്ലാ പ്രോസസ്സും ഓട്ടോമേറ്റഡ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. കെയർഫുള്ളി അസസ് ദ ബെനിഫിറ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട് എന്നുള്ളതും കൂടി നോക്കുക. അഞ്ചാമത്തത് ഔട്ട്സോഴ്സിംഗ് ആണ്. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിൽ നെക്ക് ക്യാൻ ഓൾസോ റിഡ്യൂസ് സബ് കോൺട്രാക്ട് വർക്ക് ടു അതർ കമ്പനീസ് വെൻ നീഡഡ്. നമുക്ക് ആവശ്യമാണ് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പണം മുടക്കുന്നതിന് പകരം അത് അത്രയും കാര്യങ്ങൾ പുറത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസീനെയോ വ്യക്തികളെയൊക്കെ ഏൽപ്പിക്കാം. ഇറ്റ് മേ ക്രിയേറ്റ് ഇഷ്യൂസ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ആൻഡ് കോൺഫിഡൻസ്. പക്ഷേ അങ്ങനെ വേറൊരാളെ ഏൽപ്പിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ക്വാളിറ്റിയും കോൺഫിഡൻഷ്യാലിറ്റി ഒക്കെ അവിടെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ബട്ട് എക്കണോമിക് ബെനിഫിറ്റ്സ് കനോട്ട് ബി നെഗ്ലക്റ്റഡ്. അതുപോലെ നമുക്കിവിടെ എക്കണോമിക് ബെനിഫിറ്റുകൾ ഉണ്ടാവും. ഇഫ് ദ ഡിമാൻഡ് ഈസ് അൺഈവൻ ഓർ സീസണൽ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഡിമാൻഡ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആ കാര്യങ്ങൾ പുറത്ത് നമ്മൾ ചെയ്യാൻ കൊടുക്കുന്നതായിരിക്കും. ആൻഡ് ആറാമത്തെ എലിമിനേറ്റ് വേസ്റ്റ്ഫുൾ പ്രാക്ടീസസ്. പരമാവധി നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെ വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനെ കൂടി എങ്ങനെ യൂസ്ഫുൾ ആക്കുക എന്നുള്ള രീതിയായിരിക്കും അഡോപ്റ്റ് ചെയ്യേണ്ടത്. വേസ്റ്റ്ഫുൾ പ്രാക്ടീസസ് എലിമിനേറ്റ് ചെയ്യുക. കോൺസ്റ്റൻ്റ്ലി ലുക്കിംഗ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി എപ്പോഴും കൂട്ടാൻ വേണ്ടി നോക്കുക. പുതുതായിട്ട് ഇംപ്രൂവ്മെൻറ്റ് ടൂൾസ് ഒക്കെ എംപ്ലോയ് ചെയ്യാം. ആൻഡ് കറക്റ്റ് ചെയ്യുക. എക്സിസ്റ്റിംഗ് ബോട്ടിൽ നെക്സ് ഉണ്ടെങ്കിൽ കൃത്യമായി കറക്റ്റ് ചെയ്യുക. അതിനുവേണ്ട സ്റ്റെപ്സ് എടുക്കുക. ഫ്യൂച്ചറിൽ ഇത് ഒക്കർ ചെയ്യാത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച 2 ടോപ്പിക്കുകളിൽ ഒന്നാമത്തെ, അതായത് നമ്മുടെ ടോപ്പിക്ക് ബോട്ടിൽ നെക്കും ഓപ്പറേഷണൽ ഹെഡ്ജിങ്ങുമാണ്. അപ്പോൾ ബോട്ടിൽ നെക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ബോട്ടിൽ നെക്ക്, എന്താണ് ബോട്ടിൽ നെക്ക് കൺസ്ട്രെയിൻ്റ് എന്ന് ചോദിക്കുന്നത്, എത്ര ടൈപ്സ് ബോട്ടിൽ നെക്സ് വരുന്നുണ്ട്. ദർ ആർ 7 ടൈപ്സ് ആണ് ബോട്ടിൽ നെക്സ് വരുന്നത്. ഇനി എങ്ങനെയാണ് ഈ കൺസ്ട്രെയിൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മൾ 5 പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെയാണ് ഈ കൺസ്ട്രെയിൻസ് നമുക്ക് പരമാവധി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ബോട്ടിലേക്ക് റിലേറ്റ് ചെയ്തിട്ട് 6 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതോടെ ആ ഒരു ടോപ്പിക്കോടെ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ രണ്ടാമത്തെ ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അവിടെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.